വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ 2 കാർഡിലെ ആദ്യത്തെ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോ നീഡ് ടു വറി. അതായത് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ അതിൻ്റെ മേലെ നിങ്ങൾക്കുള്ള ആശങ്കകളും വറീസൊക്കെ അത് അനാവശ്യമാണെന്നാണ്. ഇവിടെ വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരങ്ങളും ഈ ഏഞ്ചൽസിൻ്റെ കയ്യിൽ ഭദ്രമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ മേലെ ഒരു അഭിനിവേശത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങളിൽ ഒരിക്കലും നെഗറ്റീവ് ചിന്താഗതികൾ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ നെഗറ്റീവ് ചിന്താഗതികളെയൊക്കെ മാറ്റി എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ മനസ്സിന് കൊടുക്കുക. പോസിറ്റീവായിട്ട് ഹാപ്പിനെസ്സിനോടുകൂടി ലവിങ് ആയിട്ട് പോസിറ്റീവ് ചിന്താഗതികളോട് കൂടിയിരിക്കുമ്പോൾ നിങ്ങളുടെ ഔട്ട്കം അത് തന്നെയായിരിക്കും. നേരെ മറിച്ച് നമ്മളെ മനസ്സിലെ നെഗറ്റീവ് ചിന്താഗതികളാണെങ്കിൽ നമുക്ക് വരുന്ന ഔട്ട്കമും നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നോ നീഡ് ടു വറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഇവിടെ ഏഞ്ചൽസിൻ്റെ ഫസ്റ്റ് സന്ദേശം. അടുത്ത സന്ദേശം ഇഫ് യു ബിലീവ് എന്നുള്ളതാണ്. അതായത് ഇവിടെ വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, വിശ്വാസമാണ് എല്ലാം എന്ന് പറയുമല്ലോ. നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് അതിൽ വിശ്വസിക്കണം. അവിടെ ഒരു ഡൗട്ടോ ഫിയറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. നിങ്ങൾക്കൊരു പുതിയ ജോലി വേണം, ഒരു നല്ല ജോലി വേണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ആയി, അത് അങ്ങനെ തന്നെ ആവുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കും. നല്ല ജോലി തന്നെ കിട്ടും. അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളണം. അതിൻ്റെ ഇടയിൽ അവിടെ സംശയങ്ങളോ പേടികളോ വന്നാൽ പിന്നെ അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല എന്നാണ് ഈ കാർഡ് പറയണത്. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളുടെ സെൽഫ് വർത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക. ഒരു അനാവശ്യമായ ഫിയറോ ഡൗട്ടോ കൊടുക്കാതെ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കണമെന്നാണ് അത് പൂർണ്ണ വിശ്വാസത്തോടെ പോസിറ്റീവായിട്ട് തന്നെ വിശ്വസിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്കം പോസിറ്റീവ് തന്നെയായിരിക്കും. അതെല്ലാം ഒരു ഡൗട്ടോ അതല്ലെങ്കിൽ ഒരു പേടിയൊക്കെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ സ്ലോ ആയി പോകും. അതുകൊണ്ട് സ്റ്റേ പോസിറ്റീവ് എന്നാണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവായിട്ടിരിക്കുക, പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്കം തീർച്ചയായിട്ടും പോസിറ്റീവായിരിക്കും, ഹാപ്പിനെസ് ആയിരിക്കും. ഇതാണ് ഇന്നത്തെ ഏഞ്ചൽസിൻ്റെ 2 മെസ്സേജസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.